നമസ്കാരം. നമുക്കിന്ന് മോക്ഷത്രികോണങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മോക്ഷത്രികോണങ്ങൾ എന്ന് പറയുന്നത് 4, 8, 12 ഭാവങ്ങൾ. പ്രധാനമായിട്ടും മോക്ഷത്രികോണങ്ങളായിട്ട് അറിയപ്പെടുന്നത് ആ ഒരു രാശികളാണ്. കർക്കിടകം രാശി 4-ാം ഭാവത്തിൽ വരുന്നത്, അഷ്ടമത്തിൽ വരുന്നത് വൃശ്ചികമാണ്. വൃശ്ചികം രാശി 12-ാം ഭാവത്തിൽ വരുന്നത് മീനമാണ്. അതുകൊണ്ട് മോക്ഷത്രികോണ രാശികൾ എന്നത് കർക്കിടകം, വൃശ്ചികം, മീനം എന്ന രാശികളാണ്. പിന്നീട് നമ്മുടെ ജാതകത്തിൽ ലഗ്നത്തിനനുസരിച്ചിട്ട് ലഗ്നത്തിൽ നിന്ന് 4, 8, 12 ഭാവങ്ങളിൽ അതിനെയും നമുക്ക് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മോക്ഷത്രികോണങ്ങളായിട്ട് അവർ ആക്ട് ചെയ്യുന്നതായിരിക്കും ഈ രാശികൾ. അപ്പോൾ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജാതകത്തിലെ 12-ാം ഭാവത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, അഷ്ടമത്തിൽ 4-ാം ഭാവത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ രാശിയാണ് 4, 8, 12 ഭാവങ്ങൾ. അതായത് നമ്മളെ അത് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ആധ്യാത്മികമായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ഒരു രാശികൾ എന്നത് 8ഉം 12ഉം പ്രത്യേകിച്ച് അത് അത്ര നല്ലതല്ല. അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വിഷമങ്ങളുണ്ട് ലൈഫിൽ. അതുപോലെ 12-ാം ഭാവം എന്നത് നഷ്ടമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഗോചരങ്ങളുടെ വീഡിയോ ആണെങ്കിലും, അതായത് ഫലങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും, അതല്ലാതെ അഷ്ടമഭാവത്തെ പറ്റിയും 12-ാം ഭാവത്തെ പറ്റിയും അതുപോലെ കേതുവിനെ പറ്റിയും ഒക്കെ വീഡിയോസ് ഉണ്ട്. അതായത് ഈ രാശികളും, മീനം എന്ന രാശിയായാലും വൃശ്ചികമായാലും, അതിനെല്ലാം ആധ്യാത്മിക പുരോഗതിക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു രാശിയാണ്. അങ്ങനെ മോശമായി കാണേണ്ടതില്ല എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി 4, 8, 12 ഭാവങ്ങൾ, അതായത് കർക്കിടകം, വൃശ്ചികം, മീനം എന്നതിനെക്കുറിച്ചാണ് ചെറിയ തോതിൽ സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുന്നത് ഒരാളെ, ഒരു വ്യക്തിയെ ആധ്യാത്മികതയിലേക്ക് നയിക്കാൻ എങ്ങനെ ഈ ഭാവങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലോ മറ്റുള്ളവരുടെ ജാതകത്തിലോ നോക്കിയിട്ട് ആ വ്യക്തി ഏത് തരത്തിലായിരിക്കും ഒരു ആധ്യാത്മിക മാർഗം തിരഞ്ഞെടുക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ വരുന്ന ഒരു സംശയമാണ്, എല്ലാവരും ആധ്യാത്മിക മാർഗത്തിലേക്ക് എത്തുന്നില്ലല്ലോ. എല്ലാവർക്കും ജനന മരണ ആ ഒരു ചക്രത്തിനെ പറ്റി അറിയാൻ താല്പര്യമില്ല, അതിൽ വിശ്വസിക്കുന്നുമില്ല. അതുപോലെ മുൻജന്മ കർമ്മങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വന്നേക്കാം. അപ്പോൾ ഇത് ഒരുപക്ഷെ ഈ ഒരു ലൈഫ് സ്പാനിൽ അവർക്ക് വലിയ മാറ്റങ്ങളില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു ജീവിതത്തിൽ, ജന്മത്തിൽ അവർ ചെയ്തിരുന്ന എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫലം എന്നത് അടുത്ത ജന്മത്തിൽ ഒരുപക്ഷെ വലിയൊരു ട്രാൻസ്ഫോർമേഷനായിട്ട് അവരുടെ അഷ്ടമഭാവത്തിലോ 12-ാം ഭാവത്തിലോ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ആ ഒരു 4, 8, 12 ഭാവങ്ങൾ, അതുപോലെ ഈ ഒരു കർക്കിടകം, വൃശ്ചികം, മീനം രാശികളിൽ ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് നിങ്ങളുടെ ഏത് ഭാവത്തിലാണെങ്കിലും, അതായത് നിങ്ങളുടെ 6-ാം ഭാവമാണ് മീനം എന്ന് വിചാരിക്കുക, അവിടെ ഒരു ഗ്രഹം ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്രഹത്തിന് നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. അതിൻ്റെ ദശാകാലങ്ങൾ വരികയാണെങ്കിൽ ഗോചരത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ആ മീനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് ഫലത്തിൽ വരുന്നതാണ്. പക്ഷേ മീനത്തിലും കർക്കിടകത്തിലും വൃശ്ചികത്തിലും ഗ്രഹങ്ങളില്ലാതിരിക്കുമ്പോൾ, അതുപോലെ ദശകൾ കിട്ടാതിരിക്കുമ്പോൾ, അതായത് മീനത്തിൻ്റെ അധിപൻ്റെ, മീനത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ, വൃശ്ചികത്തിൻ്റെ അധിപൻ്റെ, അതായത് കേതു, ചൊവ്വ, അതുപോലെ അവിടെ ഗ്രഹങ്ങളില്ലെങ്കിൽ, അപ്പോൾ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. ആ രാശിയുടെ അധിപൻ്റെയും ദശാന്തർദശ കാലങ്ങളിലാണ് പ്രധാനമായിട്ടും ആ ഫലങ്ങൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ അവസ്ഥകൾ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ആധ്യാത്മികതയ്ക്ക് എന്താണ് ഈ ഒരു രാശികൾക്കുള്ള പങ്ക് എന്നത്? 4-ാം ഭാവം എന്നത് നമ്മുടെ സുഖസ്ഥാനമാണെന്നറിയാം. അതിൻ്റെ അധിപൻ കർക്കിടകമായതുകൊണ്ട് അത് ചന്ദ്രനാണ് അധിപൻ. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ വീട്, വാഹനം, നമ്മുടെ ഒരു സമ്പത്ത്, പ്രോപ്പർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെ, മാതൃസുഖം, ജന്മസ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കുന്നതാണ്. ഇതെല്ലാം ജലതത്വരാശികളാണ്. അപ്പോൾ കർക്കിടകവും ജലതത്വരാശി തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു രാശി? ഇത് ശരിക്കും സുഖഭോഗമല്ലേ? സുഖമാണല്ലോ അവിടെ ആ രാശി പറയുന്നത്. പക്ഷേ ആ രാശിയും മോക്ഷത്രികോണമാണ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൊരു മോക്ഷത്തിൽ അതിനൊരു റോൾ ഉണ്ടാവുന്നത്? ഉദാഹരണത്തിന് നിങ്ങളുടെ അഷ്ടമഭാവമാണ് കർക്കിടകമെന്ന് വിചാരിക്കുക.
ധനുലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവം എന്നത് കർക്കിടകമാണ്. അതായത് നാച്ചുറൽ സോഡിയാക്കിലെ 4-ാം ഭാവം കർക്കിടകം. അപ്പോൾ ആ കർക്കിടകത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള ചന്ദ്രൻ്റെ ദശ ഈ ഒരു ധനുലഗ്നക്കാർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കർക്കിടകത്തിൽ ഇരിക്കുന്ന, അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ, കർക്കിടകത്തിലെ പുണർദം, അവിടെ ഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങളിൽ, കൂടാതെ ഒരു ഗ്രഹം ആയില്യത്തിലിരിക്കുകയാണ്, പക്ഷേ ആ ഗ്രഹത്തിൻ്റെ ദശ കിട്ടിയില്ല, പക്ഷെ ആയില്യത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ്റെ ദശ ഈ ധനുലഗ്നക്കാരന് കിട്ടി. ഇത്തരം സംഭവങ്ങളിലെല്ലാം ഈ അഷ്ടമഭാവത്തിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗോചരത്തിൽ കൂടി പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഈ ഒരു കർക്കിടകത്തിൽ നിന്ന് ത്രികോണത്തിലൊക്കെ വരുമ്പോൾ അതിൻ്റെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക്, ധനുലഗ്നത്തിലെ വ്യക്തിക്ക് അഷ്ടമഭാവമായതുകൊണ്ട് ഒരു വലിയൊരു മാറ്റം ജീവിതത്തിൽ, ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുതരാൻ ഈ ഒരു കർക്കിടകത്തിന് കഴിയും. അപ്പോൾ അഷ്ടമഭാവം എന്നത് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ. എന്താ പറയുക, ഒരു വലിയൊരു സംഭവ വികാസങ്ങൾ, അത് തകർന്നു പോകുന്ന സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇനി ആരും ആശ്രയമില്ല, അതായത് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് എന്തിനാണ് ഈ ജന്മം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും പല കാര്യങ്ങൾ വായിക്കാനും. അപ്പോഴാണ് ശരിക്കും ഈ ഒരു ദശാകാലങ്ങളിൽ ഈ അഷ്ടമത്തിൻ്റെയും 12-ാം ഭാവാധിപൻ്റെയും, അതായത് പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട 4, 8, 12 ഭാവങ്ങളുടെ അധിപന്മാരുടെ ദശ, അതുപോലെ ആ ഒരു രാശികളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളും പാപഗ്രഹത്തിൻ്റെ സ്വാധീനത്തിലാണെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും ഇത്തരം ദശാകാലങ്ങളിൽ, അന്തർദശാകാലങ്ങളിൽ ഒക്കെ ഉറക്കമൊക്കെ കുറയും, മനസ്സമാധാനം കുറയും. അപ്പോഴാണ് ചിന്തിക്കുക, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് വീഡിയോ കാണും, നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണും. പേടരശിനൊക്കെ വരുമ്പോൾ കാണുന്നില്ലേ ഒരുപാട് ആൾക്കാർ, അതായത് ചന്ദ്രരാശിയിൽ നിന്ന് 12, 1, 2 ഈ സ്ഥാനങ്ങളിലൂടെ ശനി കടന്നു പോകുമ്പോൾ ഒരവസ്ഥ തന്നെ, അത് ജലതത്വമായിരിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ കടന്നു പോകുമ്പോഴുമുള്ള ആൾക്കാരുടെ ഒരു വിഷമങ്ങൾ, പലപ്പോഴും പല ആൾക്കാരെ സമീപിക്കുക, പലതരം വീഡിയോസ് കാണുക, എങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 4, 8, 12 ഭാവങ്ങളുടെ അധിപന്മാർക്ക് പാപഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ അത് മോശം ഇഫക്റ്റാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും. ഈ രാശികളിൽ നിങ്ങളുടെ മുൻജന്മ കർമ്മഫലങ്ങൾ അങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജലതത്വത്തിലാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ജലത്തിന് ഓർമ്മശക്തിയുണ്ട് എന്നത്. ഇന്ന് ശരിക്കും എല്ലാ റിസർച്ചിലും പറയുന്നുണ്ടല്ലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അറിയാം ജലത്തിന് മെമ്മറി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുൻജന്മ കർമ്മഫലങ്ങൾ അത് അനുഭവിക്കുന്നൊരു സമയം കൂടിയായിരിക്കും അത്തരം ദശാകാലങ്ങൾ. അപ്പോഴാണ് ഇത് ആധ്യാത്മിക ചിന്തകൾ, നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത സാധനകൾ, നിങ്ങൾ പ്രത്യേകിച്ച് വൃശ്ചികമൊക്കെ ആണെങ്കിൽ അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ അതിന് വൃശ്ചികത്തിൻ്റെ ഒരു ക്വാളിറ്റി കൂടി വരും, ഗുണങ്ങൾ കൂടിയത് കാണിക്കും. അപ്പോൾ മുൻജന്മത്തിൽ നിങ്ങൾ ചെയ്ത മന്ത്രജപങ്ങൾ, ആരെയൊക്കെ ആരാധിച്ചിരുന്നു, ഇതെല്ലാം ശരിക്കും തെളിഞ്ഞു വരും. പക്ഷേ അതിന് നിങ്ങൾക്ക് ആദ്യം ഒരു സംഘർഷം അത് തരും. അതാണ് അഷ്ടമഭാവത്തിൻ്റെ ദശയിലാണ് പല ആൾക്കാർക്കും വലിയ നഷ്ടങ്ങൾ. അത് പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് ദീർഘകാലം വിശ്വസ്തയോട് കൂടി കഴിഞ്ഞൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് അത് വലിയ മാനസികാഘാതം സൃഷ്ടിക്കുക, അതുപോലെ വലിയ തോതിലുള്ള ധനനഷ്ടം സംഭവിക്കുക, സ്റ്റോക്സിലും അങ്ങനെയുള്ള ഷെയർ മാർക്കറ്റിലൊക്കെ വലിയ നഷ്ടം സംഭവിക്കുക. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആകസ്മികമായിട്ട് വലിയൊരു നഷ്ടം വന്നിട്ട് ആ ഒരു സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് മറ്റുള്ളവർക്ക് കഴിയാത്തൊരവസ്ഥ, അത് വലിയൊരു നഷ്ടമായിരിക്കും. അഷ്ടമഭാവത്തിൻ്റെ നഷ്ടം എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോഴാണ് അത് ശരിക്കും ഒരു ട്രാൻസ്ഫർമേഷനാണ്, മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ അതും ഈ അഷ്ടമഭാവം എങ്ങനെ നമ്മളെ ആധ്യാത്മികതയിലേക്ക്, ഒരു തരത്തിൽ പറഞ്ഞാൽ പരമമായ ഭക്തിയിലേക്ക്, ധ്യാനത്തിലേക്ക്, മന്ത്രജപങ്ങളിലേക്ക്, ഒരുപക്ഷെ ഒരു ഗുരു ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മളെ ആത്മീയതയിലേക്ക്, അതായത് ഇതിൻ്റെ എല്ലാം പൊരുൾ പറഞ്ഞു തന്നിട്ട് ആത്മീയതയിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട്, ഇങ്ങനെ ഇതിലേതായാലും
നിങ്ങൾക്ക് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുതരുന്ന സമയമായിരിക്കും. അപ്പോൾ അഷ്ടമഭാവം ആദ്യം ആ ഒരു ട്രബിൾ തരും. അപ്പോൾ അവിടെ വലിയ നഷ്ടമുണ്ട്. അതായത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ട് നിങ്ങൾ ചെറുപ്പത്തിലേ ആധ്യാത്മികതയിലേക്ക് വന്നത് അതൊരു കാര്യമാണ്. അതല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യമേ ഇല്ലാത്തവർ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു ഗുരുവിനെ സമീപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എവിടെയുണ്ടെങ്കിലും പോയി അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ ഒരുപാട് സത്സംഗം ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആ ഒരു റിയലൈസേഷൻ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വലിയ ഒരു സങ്കടം ഉണ്ടാകണമെന്നില്ല, പക്ഷെ അതിൻ്റെ സാധ്യത കൂടുതലാണ്. ചിലർക്ക് ആ ദശ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും. ചെറുപ്പത്തിലെ ഒരു യോഗ അതുപോലെ ധ്യാനമൊക്കെ പഠിച്ചവരായിരിക്കും. പക്ഷെ ആ ദശാകാലം വരുമ്പോൾ, അല്ലെങ്കിൽ ശനിയെയും വ്യാഴത്തെയും പോലെയുള്ള ഗ്രഹങ്ങൾ, കേതുവിനെ പോലെ ഗ്രഹങ്ങൾ ഒക്കെ ഈ ഒരു അഷ്ടമഭാവം 12ാം ഭാവത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ എത്തിപ്പെടുകയും അത്തരം ആധ്യാത്മിക യാത്രകൾ നടത്തുകയും അങ്ങനെ അവർക്ക് ആധ്യാത്മികതയിലേക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി തരികയാണ്. അഷ്ടമഭാവാധിപൻ എവിടെ ഇരുന്നാലും അതും ഒരു കാര്യമാണ്. അദ്ദേഹം എവിടെ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ മൂലപ്രകൃതി എന്നത് അഷ്ടമത്തിൻ്റെ ക്വാളിറ്റിയാണ്. അഷ്ടമഭാവാധിപൻ എവിടെ ഇരുന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആ അഷ്ടമത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളായിരിക്കും. അതായത് അഷ്ടമഭാവാധിപൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു ആപത്ത്, ഒരു തരത്തിൽ പറയാം അങ്ങനെ, ഒരു സങ്കടം, ഒരു പ്രതിസന്ധി തന്നിട്ട് നിങ്ങളെ ഉയർത്താൻ വരികയാണ്. നിങ്ങളെ ആധ്യാത്മികതയിലേക്ക്, അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നത്, ഇപ്പോൾ ഉള്ളതൊരു മായയിലാണ്, ഇത് യാഥാർത്ഥ്യമല്ല, നിങ്ങളുടെ ആ മൂലപ്രകൃതി എന്താണ് എന്നതിനെക്കുറിച്ച് അറിയിപ്പിക്കാനാണ്, നിങ്ങൾക്കത് കാണിച്ചു തരാനാണ് ഈ ഒരു ദുവിധ, ഈ ഒരു സങ്കടം ഞാൻ തന്നത് എന്നത് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളായിരുന്നു ഞാൻ പിന്തുടർന്നത്, ഞാൻ എന്തിൻ്റെയൊക്കെ പുറകെ ഓടി. എൻ്റെ ഓഫീസിലാണെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പുറകെ, പ്രൊമോഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി, ആ ഒരു കാര്യം എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നിയേക്കാം. അങ്ങനെ ഒരു മാസീവ് ട്രാൻസ്ഫർമേഷൻ തരാൻ ഇതിന് കഴിയും. അതുതന്നെയാണ് ആകസ്മികമായിട്ട് ഈ അഷ്ടമഭാവം ആക്റ്റീവ് ആകുമ്പോഴാണ് ഒരുപാട് സമ്പത്തും തരാൻ കഴിയും. കാരണം പൂർവ്വജന്മത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ട് അത് അനുഭവിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ അഷ്ടമഭാവം അതിൻ്റെ ദശാകാലങ്ങൾ വരുമ്പോൾ ഈ ഒരു ജന്മത്തിലായിരിക്കും അത് ഫലം തരുന്നത്. അതാണ് ആൾക്കാർക്ക് ലോട്ടറി അടിക്കുക, പിതൃസ്വത്ത്, ആകസ്മികമായിട്ട് പിതൃസ്വത്ത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളുടെ പേരിൽ എഴുതി തരിക. അതായത് ആകസ്മികമായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയും ഭാഗ്യവാനാണ്, ഒരു അധ്വാനവും ചെയ്യാതെ ആ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കണക്ഷനും ഇല്ലാതെ ഒക്കെ എഴുതി കൊടുത്തിട്ട് പോയി, അല്ലെങ്കിൽ എത്ര വലിയ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്, എവിടെയോ കിടക്കുന്ന ആളാണ്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ തന്നെ കർമ്മഫലമാണ് ലഭിച്ചത്. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെതല്ല എന്നത്. അത് അദ്ദേഹം പ്രയത്നിച്ചിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിന് മുന്നേ അദ്ദേഹം മൃത്യുവിനെ പ്രാപിച്ചത് കൊണ്ട് ഈ ജന്മത്തിൽ ആ ദശാകാലം, ആ സമയം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അഷ്ടമഭാവത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. അഷ്ടമഭാവം നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ, അത് പലതും ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഒരാളുടെ മരണം, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ പലപ്പോഴും ഇൻക്യൂറബിൾ ആയിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി എന്ത് എന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട് വലിയ ട്രാൻസ്ഫർമേഷൻ ലഭിക്കുന്നത്. അപ്പോൾ അത് ശുഭഗ്രഹങ്ങളുടെ ഒരു സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ആധ്യാത്മിക ചിന്തകൾ തരും. നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നെഗറ്റീവ് ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനത്തിൽ വരുമ്പോഴാണ് തീർച്ചയായിട്ടും അത് ആത്മഹത്യ ചിന്തയെക്കുറിച്ച്, അതുപോലെ സെൽഫ് ഡിസ്ട്രക്ഷനെ പറ്റി തന്നെ, അതുപോലെ നമ്മളെപ്പറ്റി നമുക്കൊരു മതിപ്പില്ലാതെ വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും മോശവും. നമുക്ക് കിട്ടിയതിൽ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരം എന്നത്. അത് തന്നെയാണ് ക്ഷേത്രം. അതിനെ നമ്മൾ നന്നായി വയ്ക്കണം. ശരിക്കും ശരീരം സംരക്ഷിക്കുന്നത് വലിയൊരു പുണ്യകാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ആക്റ്റീവായിരിക്കുന്നു, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതൊരു ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു പുണ്യം വേറെ തന്നെയാണ്. ഇതിനെ സംരക്ഷിക്കുക എന്നത്, വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിയുന്നത്. ശരിക്കും സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ശരീരം ദേവിയുടെ ശരീരം പോലെ നമുക്ക് അങ്ങനെ ഒന്ന് സങ്കല്പിക്കൂ. ദേവി വന്ന് നിന്നാൽ എങ്ങനെ നമ്മൾ പൂജിക്കുമെന്നത്. അതുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള പെർഫ്യൂം ആണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കതിനെ നന്നായി
പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെ മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുന്നത്. നമുക്ക് നമ്മളെ തന്നെ, നമ്മളിലെ ഈശ്വര തത്വത്തെ നമ്മൾ പൂജിക്കുന്നത് പോലെ വളരെയധികം സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക, മിതമായി കഴിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ആഹാരം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കഴിക്കുക. അതായത് നമ്മളിലെ ദേവതയെ നമ്മൾ ഊട്ടുന്നത് പോലെ വിചാരിച്ചിട്ട് ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഉറക്കം, നമ്മുടെ വിശ്രമ സമയങ്ങളായിക്കോട്ടെ, നമുക്ക് ആവശ്യത്തിനുള്ള വിശ്രമം, ആവശ്യത്തിനുള്ള ഉറക്കം, അതുപോലെ നേരത്തെ എണീക്കുക, അതിനെ ശരിക്കും പരിപാലിക്കുക എന്നൊരു കാര്യവും ശരിക്കും നമ്മുടെ ലഗ്നത്തെ പോസിറ്റീവാക്കി വയ്ക്കുന്നതാണ്. അഷ്ടമഭാവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തന്ത്രങ്ങളെയൊക്കെ കാണുന്നത്. തന്ത്രവിദ്യ പഠിക്കുക, താന്ത്രിക മാർഗങ്ങളൊക്കെ. അപ്പോൾ അതിലും നമ്മൾ ദശമഹാവിദ്യയിൽ ഏറ്റവും ആദ്യം ആരാധിക്കുന്നത് കാളിയെയാണ്. കാളി എന്ന് പറയുമ്പോൾ തന്നെ ഭഗവതിയുടേത് നഗ്നമായിട്ടുള്ള ശരീരം. അതായത് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരത്തെ കാമമില്ലാതെ നിങ്ങൾ ദേവിയായിട്ട് പൂജിക്കാൻ കഴിയുമെങ്കിൽ ശരിക്കും നിങ്ങൾ ആ ഒരു അഷ്ടമഭാവത്തിൻ്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളെയും പിന്നോട്ട് മാറ്റിയിരിക്കുന്നു. നിങ്ങളതിനെ ഓവർകം ചെയ്തിരിക്കുന്നു. അതിലെ ദുരൂഹതകളെ, അതിലെ കഷ്ടപ്പാടുകളെ, അത് തരുന്ന പ്രതിസന്ധികളെ, നിങ്ങളുടെ സാധനാ മാർഗത്തിലെ, നിങ്ങളുടെ ഭക്തി മാർഗത്തിലെ വിഘ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ദശമഹാവിദ്യയിൽ ഏറ്റവും ആദ്യം അമ്മയാണ്, കാളിയാണ്. കാരണം ആ രൂപത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെങ്കിൽ, അതിരൗദ്രമായിട്ടുള്ള എന്നാൽ അമ്മയെപ്പോലെ വാത്സല്യമുള്ള, സദാർദ്ര ചിത്തയായിട്ടുള്ള, കാരുണ്യമുള്ളവളായ, എന്ത് തെറ്റും പുറത്തു തരുന്ന, കരഞ്ഞു പറഞ്ഞാൽ എന്ത് തെറ്റും ക്ഷമിച്ചു തരുന്ന അമ്മ, നമ്മളെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന, അതുപോലെ ആ പാദങ്ങളെ നമ്മൾ മനസ്സിൽ സ്മരിച്ചാൽ തന്നെ മതി നമുക്ക് ഉന്നതി ഉണ്ടാകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മയാണ്, ആ കാളിയാണ് ദശമഹാവിദ്യയിലെ ആദ്യം. കാരണം ഈ ഒരു ഘട്ടം നിങ്ങൾ തരണം ചെയ്യണം. അത് അഷ്ടമഭാവമാണ്. അത് തന്നെ നോക്കൂ, ദശമഹാവിദ്യയിൽ ആദ്യത്തേത് അങ്ങനെയാണ്. അടുത്തതും അങ്ങനെ തന്നെയാണ്, താര അമ്മ. അതും ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ദേവിയെപ്പറ്റി പറഞ്ഞിരുന്നു, മഹാദേവനെ പാലൂട്ടുന്ന ദേവിയായിട്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഈ വിദ്യകളെ ഏറ്റവും അതായത് അമ്മയുടെ രൗദ്രഭാവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രോധം എന്നൊരു കാര്യത്തെ നിങ്ങളൊരു ഭക്തി മാർഗത്തിലൂടെയും സാധനാ മാർഗത്തിലൂടെയും ഒരു ഗുരുവിൻ്റെ കീഴിൽ ഇതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു കാമമായാലും ക്രോധമായാലും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കാളിയെ നിങ്ങൾ പ്രീതിപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. അമ്മയെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഇതാദ്യം കളയാൻ പഠിക്കണം, ഈ കാമക്രോധം എന്നത്. ഇത് രണ്ടും വലിയ തടസ്സമാണ് സാധന ഭക്തി മാർഗങ്ങളിൽ. ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ബാധ സൃഷ്ടിക്കുന്നതും ഈ രണ്ടിലൊന്നെങ്കിലും ആയിരിക്കും. അത് ഓരോരുത്തർക്ക് ഓരോന്നാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ ആ ക്രോധത്തെ, കാമത്തെ അടിയറവ് പറയുന്നു? അതിന് അമ്മയോട് തന്നെ അപേക്ഷിക്കണം. അമ്മയുടെ തന്നെ പാദങ്ങളിൽ വീണ് നമ്മൾ നമസ്കരിച്ച് പറയേണ്ടതാണ്, എനിക്ക് അഭയം തരണം, നേർവഴി കാണിക്കണം, ഞാൻ കുഞ്ഞാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും തെറ്റ് ചെയ്തേക്കാം, എന്നെ നേർവഴിക്ക് നയിക്കണേ എന്ന് നമ്മൾ ഓരോ തവണയും ശരണാഗതരായിട്ട് പറയണം. അതായത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അമ്മയോട് പറയണം, യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ശരിക്കും എൻ്റെ ബുദ്ധി എന്നതും അമ്മ തന്നെയാണ്. ബുദ്ധിയിലിരുന്ന് അമ്മ തന്നെ വഴി കാണിക്കണം. അപ്പോൾ ഞാൻ അബദ്ധം കാണിക്കില്ലല്ലോ എന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഷ്ടമഭാവത്തിൽ രാഹുവിനെ പോലെ ചൊവ്വയെ പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് വിഷമം വരും. ചെറിയ പ്രായമാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങളുടെ കൂടെ വ്യാഴം ഇരിക്കുമ്പോൾ ഒരുപാട് സപ്പോർട്ടാണ്. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതും അഷ്ടമഭാവത്തിൽ വരുന്ന കാര്യമായതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ 12ാം ഭാവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മോക്ഷഭാവമാണ്. 12ാം ഭാവം എന്നത് നമ്മൾ ഒരുപാട് അതിൻ്റെ ആധ്യാത്മികതയെ പറ്റിയൊക്കെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു മോക്ഷത്തിൻ്റെ അവസാനത്തെ പടി എന്നത് 12ാം ഭാവമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വന്നിട്ട്, അതുപോലെ ഉറക്കമില്ലായ്മ, ജീവിതത്തിലെ നിരാശ, ഇതൊക്കെ കാരണം ആണ് ഈ 12ാം ഭാവത്തിൽ നിന്ന് ഒരു വ്യക്തി ആധ്യാത്മികതയിലേക്ക് തിരിയുന്നത്. 12ാം ഭാവത്തിൽ നിന്ന് പറയുമ്പോൾ 12ാം ഭാവത്തിലിരിക്കുന്ന
ഗ്രഹത്തിൻ്റെ ദശാന്തർദശകൾ, അതുപോലെ 12-ാം ഭാവാധിപൻ്റെ ദശാന്തർദശകൾ, കൂടാതെ വ്യാഴത്തിൻ്റെ ദശ ആർക്ക് വന്നാലും വ്യാഴം നല്ല രീതിയിലാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഉദ്ദേശം എന്നത് തന്നെ നിങ്ങൾക്ക് ജ്ഞാനം തരിക എന്നാണ്. അത് ആധ്യാത്മിക ജ്ഞാനമാണ്. അതുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യാഴത്തിന് നിങ്ങളുടെ അഷ്ടമഭാവവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ വ്യാഴം നിങ്ങളെ തീർച്ചയായിട്ടും ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കുന്നത് തന്നെയാണ്. 9-ാം ഭാവമാണെങ്കിലും 5-ാം ഭാവമാണെങ്കിലും അത് ഭക്തിയിലൂടെയൊക്കെ കൂടിയായിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ അഷ്ടമഭാവത്തിലാവുമ്പോൾ 12-ാം ഭാവത്തിലാകുമ്പോൾ അത് കുറച്ച് സംഘർഷങ്ങൾ തരും. 12-ാം ഭാവാധിപൻ്റെ ദശാകാലത്ത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ കേതുവിൻ്റെ ഒക്കെ ദശാകാലത്തും 12-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാന്തർദശാകാലങ്ങളിലൊക്കെ അത് പ്രത്യേകിച്ചും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ പാപഗ്രഹങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തന്നിട്ട്, വലിയ പ്രതിസന്ധികൾ തന്നിട്ട്, ഒരുപക്ഷെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നിട്ട്, അത് ഈ 12ഉം അഷ്ടമഭാവം ഒക്കെയാണ് കുറച്ചുകൂടി ആ ഒരു മാനസിക രോഗങ്ങളെ കൂടി കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ കോമ്പിനേഷൻ എന്നത് വേറെയാണ്. പക്ഷെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം ഈ ഭാവങ്ങളുമായിട്ടും ഇതിൻ്റെ അധിപന്മാരുമായിട്ടൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അത് കുറച്ചുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോഴും വ്യക്തി മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിടുമ്പോൾ വ്യാഴത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ, വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ 9-ാം ഭാവത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു ജ്യോതിഷ പണ്ഡിതൻ നിങ്ങൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിനൊരു സുഖമുണ്ടാകും. ശരിക്കും ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ എന്നത് മനസ്സിനെ ബാധിക്കുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്. കാരണം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വന്നാലാണ് കുറച്ചുകൂടി വിഷമം. ഒന്നാമത് നിങ്ങളുടെ ആ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല. നിങ്ങളുടെ നഷ്ടം, എന്ത് നഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം സിറ്റുവേഷൻ. അതല്ലെങ്കിൽ കുറച്ച് ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, ചില ദോഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിലേതായാലും ആ ഒരു ദൈവദോഷം പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും അത് മറ്റ് പല രീതിയിലുമാണ് കാണുന്നത്. പക്ഷെ ഉദാഹരണമായിട്ട് പറയുകയാണ് ഞാൻ, ഈ ഒരു വ്യാഴമാണ് മെയിൻലി 12-ാം ഭാവത്തിൻ്റെ, മീനത്തിൻ്റെ അധിപൻ. അപ്പോൾ നിങ്ങളുടെ 12-ാം ഭാവത്തിൻ്റെ ദശാകാലത്താണെങ്കിലും വ്യാഴത്തിൻ്റെ ദശാകാലം, കേതുവിൻ്റെ ദശാകാലത്തുമൊക്കെ ഈ ഒരു ഒറ്റപ്പെടലിലേക്ക് മാറും. തന്നെയാണ് കേതുവിൻ്റെ ദശാകാലത്ത്. കേതുവിൻ്റെ ദശാകാലങ്ങളിലും കേതു നിങ്ങളുടെ 12-ാം ഭാവത്തിലൂടെ ഗോചരം ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആധ്യാത്മിക ജ്ഞാനം തരും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം, നിങ്ങൾക്ക് കുറച്ച് ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആധ്യാത്മിക ജ്ഞാനം തരും. അപ്പോൾ അതും ആരാണോ ഇതൊക്കെ മനസ്സിലാക്കുന്നത്, ഈ ഒരു ജനന മരണ ചക്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുകയും പിന്നെ നമുക്ക് കിട്ടിയ റോൾ നന്നായി നമ്മൾ നിർവഹിക്കുക, അതിൽ നമ്മൾ താരതമ്യം ചെയ്യില്ല. ആ വ്യക്തി എന്താണ് അങ്ങനെ, ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷം ധരിക്കുന്നത്, അതുപോലെ ഈ കുട്ടി എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്, ഇന്നത് പഠിച്ചൂടെ, ഇങ്ങനെയുള്ള ഇതിലൊന്നും നമ്മൾ പോവില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലീലകളാണ് ഇതൊക്കെ എന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് ഇതിനെ കാണാൻ, മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും കുറേ ഈസിയാവും. അപ്പോൾ 4, 8, 12 ഭാവങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, 4-ാം ഭാവം എന്നത് ഈ മോക്ഷത്രികോണത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അവിടെ വ്യക്തിക്ക് ആ മനസ്സുഖമാണ് കാര്യം. അപ്പോൾ 4-ാം ഭാവം അല്ലെങ്കിൽ കർക്കിടകം നിങ്ങളുടേത് പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണെങ്കിൽ, ഈ ചന്ദ്രൻ്റെ മഹാദശയിലും ചന്ദ്രൻ പാപഗ്രഹങ്ങളുടെ ഒരു സ്വാധീനത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത്തരം ദശാകാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിന് അസ്വസ്ഥത വരുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ വീട്, വാഹനം, പ്രോപ്പർട്ടിയെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് വരാം. അമ്മയുടെ ആരോഗ്യം അല്ലെങ്കിൽ അമ്മയിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ കുറവ്, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ 4-ാം ഭാവം അല്ലെങ്കിൽ കർക്കിടകം, ഈ അധിപന്മാരുടെ ദശ, കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. നിങ്ങളുടെ 4-ാം ഭാവാധിപൻ ആരാണെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിൻ്റെ ദശ, അന്തർദശ, ഈ രാശികളിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശ, അന്തർദശകളിൽ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴും നമ്മൾ ആശ്രയം, അതായത് ആരെയാണോ ആശ്രയിക്കുന്നത്, ഏത് ദൈവത്തെയാണോ ആശ്രയിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടദൈവം, ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾക്കൊരു ഗുരു വന്നിട്ടായിരിക്കാം നിങ്ങൾക്ക് ആത്മബോധമുണ്ടാക്കാനുള്ള ഒരു ആദ്യ പാഠം പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരിക്കും ഈ മോക്ഷത്രികോണങ്ങൾ എന്നിതിനെ പറയുന്നതിന് കാരണം ഇതിലെല്ലാം അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. 4-ാം ഭാവത്തിൽ വീട്, വാഹനം, പ്രോപ്പർട്ടി, അമ്മ ഈ ജന്മത്തിലെ നമുക്ക് ജന്മം തന്ന വ്യക്തിയാണ്. പക്ഷെ മുൻ ജന്മങ്ങളിൽ മറ്റെന്തോ ബന്ധമായിരുന്നു അത്. ഈ ജന്മത്തിൽ നമുക്ക് കർത്തവ്യങ്ങളുണ്ട്, കഴിഞ്ഞു പോയ ജന്മങ്ങളിലെ അക്കൗണ്ട് തീർക്കാനുണ്ട്. അങ്ങനെ ഈ ജന്മത്തിൽ അത് അമ്മയായിട്ടാണ്.
അപ്പോൾ ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റിയലൈസേഷൻ തരുന്ന ഒരു കാര്യമായിട്ട് മാറും ഈ ഒരു 4-ാം ഭാവം. പക്ഷേ അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതും കൂടി നിങ്ങൾ നോക്കണം. നിങ്ങളുടെ 10-ാം ഭാവാധിപനാണോ അവിടെ ഇരിക്കുന്നത്, ശനിയാണോ അവിടെ ഇരിക്കുന്നത്, അങ്ങനെ നോക്കേണ്ടി വരും. ഇപ്പോൾ കർക്കിടകത്തിൽ നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ച ആളായിക്കോട്ടെ, നിങ്ങൾ ഏത് രാശിയിൽ ജനിച്ച ഒരാളായിക്കോട്ടെ, കർക്കിടകത്തിൽ ശനി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. കർക്കിടകത്തിൽ ശനി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ രാശിയിൽ ശനിയാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരത്തിൽ അത് ഒരുപാട് ആൾക്കാരെ കൂടി കാണിക്കുന്നു, പബ്ലിക്കിനെ കൂടി കാണിക്കുന്നു, നമ്മൾ ജനങ്ങളെ എന്ന് പറയാം. ശനിയാണെങ്കിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണിക്കുന്നു, അതായത് ഒരു പബ്ലിക്കിനെ കാണിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒന്നും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അത്ര സമാധാനം തരില്ല. നിങ്ങൾക്ക് ആ ഒരു സമാധാനം എന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 36, 38 കഴിയേണ്ടി വരും. ഇനി രാഹു കൂടി ഉണ്ടെങ്കിൽ, രാഹുവിൻ്റെ ത്രികോണ സംബന്ധമോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 42 കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്വസ്ഥത പ്രതീക്ഷിച്ചാൽ മതി. അതിനെക്കുറിച്ചുള്ള ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷെ അതിന് പരിഹാരമുണ്ട്. ഇങ്ങനെയുള്ള പൊസിഷനിൽ വളരെ എളുപ്പത്തിൽ പരിഹാരം ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്തരം ഗ്രഹങ്ങൾ ഈ 4, പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ രാശികളിൽ ഗ്രഹങ്ങളിരിക്കുമ്പോൾ, ശനിയുടെ രാശികളിൽ ഗ്രഹങ്ങളിരിക്കുമ്പോൾ, ശനി ചന്ദ്രൻ്റെ രാശിയിലിരിക്കുമ്പോഴൊക്കെ പരിഹാരം എന്നത് തീർച്ചയായിട്ടും ഡൊണേഷൻസ് തന്നെയാണ്. അപ്പോൾ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് ഭാവത്തിലിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് എവിടേക്കാണ് കണ്ടിന്യൂസ്ലി നമ്മൾ ഡൊണേഷൻ കൊടുക്കേണ്ടതെന്നത് മനസ്സിലാക്കേണ്ടത്. കാരണം ശനി എന്നത് കർമ്മകാരകനാണ്, ചന്ദ്രൻ ഇമോഷൻസിൻ്റെ കാരകനാണ്. ഇത് എപ്പോഴും പൂജാ പ്രാർത്ഥനകൾ കൊണ്ട് അതങ്ങനെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം തന്നു എന്ന് വരില്ല. കാരണം കർമ്മകാരകന് ആ കർമ്മം കൊണ്ട് ചെയ്ത് തന്നെ എന്താണോ നിങ്ങൾ പിടിച്ച് പറിച്ച് നിങ്ങൾ എടുത്തത് മുൻജന്മങ്ങളിൽ, അത് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്നത്, സാധന എന്ന ഒരു മാർഗത്തിലേക്ക്, നമ്മളൊരു ഗുരുവിൻ്റെ കീഴിൽ സാധനാ മാർഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പ്രാരാബ്ധങ്ങളെല്ലാം പെട്ടെന്ന് സെറ്റിലാവുന്നതായിരിക്കും. പക്ഷെ അതും ഒരുപാട് അനുഭവങ്ങൾ തരും. അതും നമ്മളെ പിടിച്ചു കുലുക്കും. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ശനിയുടെയും ചന്ദ്രൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ ഒരുപാട്, പ്രത്യേകിച്ച് എവിടെയൊക്കെ 4-ാം ഭാവം, ശനി, ചന്ദ്രൻ, ഇവരുടെ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ്റെ നക്ഷത്രമാണ് രോഹിണിയൊക്കെ, തീർച്ചയായിട്ടും ശനിയുടെ നക്ഷത്രമായാലും ഇവിടെയൊക്കെ ഡൊണേഷൻസാണ് ഫലിക്കുക. സാധനാ മാർഗത്തിന് ഒരുപാട് ഗുണം തരാൻ കഴിയും. എന്നിരുന്നാലും നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ സാധന ചെയ്യുമ്പോഴും ചില ആൾക്കാർക്ക് അത് ഒരു സങ്കല്പം എടുത്താൽ പോലും ആ സങ്കല്പത്തിൻ്റെ ആദ്യത്തെ ഒരു 4 ദിവസം വരെ അവർക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു അസുഖം വരും, ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും. കാരണം ആ കൊടുക്കേണ്ടി വരും. അത് ഹോസ്പിറ്റലായിരിക്കാം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്നത്, അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അങ്ങനെയായിരിക്കാം പറയുന്നത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. എപ്പോഴും നമ്മൾ സ്വമനസ്സാൽ കാര്യങ്ങൾ കൊടുക്കാനൊക്കെ തയ്യാറാവുമ്പോഴാണ് പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നത്. 4, 8, 12 ഭാവങ്ങളെപ്പറ്റി ഒരു ഐഡിയ ഞാൻ തന്നിരിക്കുന്നു. ഇതിൽ എല്ലായിടത്തും നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മഫലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ശനിയുടെ നക്ഷത്രമാണ് പൂയം, ശനിയുടെ നക്ഷത്രമാണ് അനിഴം, ശനിയുടെ നക്ഷത്രമാണ് ഉത്രട്ടാതി. ഇത് ജലതത്വ രാശികളിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങളുടെ കർമ്മങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രഹം അവിടെ ഇരിക്കുമ്പോൾ ആ ഗ്രഹം ഏത് ഭാവത്തിൻ്റെ അധിപനാണ്, അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഫലം അത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണ് ഈ രാശികൾ വരുന്നത് എന്നതിനനുസരിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തരും. ഒരുപാട് അധ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പ്രീവിയസ് ലൈഫില്ലെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രങ്ങളിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങൾ വരുമ്പോൾ വളരെ നല്ല ഇഫക്റ്റ് തരും നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്നത്, ഈ ഒരു ജന്മം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഏത് പ്രായത്തിൽ ഈ ഒരു സമയത്ത് നിൽക്കുന്നവരായിക്കോട്ടെ, ഏത് പ്രായത്തിലായിക്കോട്ടെ, ഇനി അങ്ങോട്ടാണെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ നന്നായി ചെയ്യാൻ, നിങ്ങളുടെ കർമ്മം എന്നത് ഒരു അധ്യാപകനാണെങ്കിൽ, നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു ലോയറാണെങ്കിൽ, നിങ്ങളൊരു നിയമപാലകനാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, എന്താണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ വിധിക്കപ്പെട്ടത് അത് ചെയ്യുക. പക്ഷേ എപ്പോഴും ശനി ഇനി വരുന്ന ജന്മങ്ങളിൽ നമുക്ക് നല്ല റിസൾട്ട് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ദാനം ചെയ്തേ പറ്റൂ.
ശനിയുടെ ഫലങ്ങൾ അങ്ങനെയാണ് ശനി തരുന്നത്. ചൊവ്വയും ശനിയൊക്കെ നമ്മൾ ഫിസിക്കലി എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഫലം തരും. നമ്മൾ ധൈര്യം കൊണ്ടൊക്കെ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ ചൊവ്വ നല്ല ഫലം തരും. ശനി എപ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലങ്ങൾ വരുന്ന സമയങ്ങളിൽ തരും. വ്യാഴം നിങ്ങളുടെ 9ാം ഭാവാധിപൻ ഒക്കെ നിങ്ങളുടെ 5ാം ഭാവാധിപൻ വ്യാഴം, ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എത്രമാത്രം ജപങ്ങൾ മന്ത്രജപങ്ങൾ ചെയ്യുന്നു. അഷ്ടമ ഭാവാധിപനൊക്കെ നിങ്ങൾ എത്ര സാധന ചെയ്യുന്നു, എത്ര തപം ചെയ്യുന്നു, നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ ബ്രഹ്മചര്യം നിലനിർത്താൻ കഴിയുന്നുണ്ട്, എത്രമാത്രം ലസ്റ്റിനെ അകറ്റി നിർത്താൻ കഴിയുന്നുണ്ട്, എത്രമാത്രം ഫോക്കസ്ഡ് ആണ്, അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ തരും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്കൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ സഹായം വന്നു ചേരുന്നത്. കാരണം അവർ മുൻജന്മങ്ങളിൽ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ട്. ഈ ദൈവീകമായിട്ടുള്ള കൃപ ലഭിക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ദാനധർമ്മങ്ങൾ എന്നത് അമ്പലങ്ങളിൽ തന്നെ ചെയ്യണം. അതായത് ക്ഷേത്രങ്ങളിൽ തന്നെ പൂജാവിധികളായാലും ക്ഷേത്രങ്ങളിലേക്കുള്ള അന്നദാനത്തിലും കാരണം ക്ഷേത്രങ്ങളിലേക്കുള്ള അന്നദാനം എന്നത് പ്രസാദമാണ്, ഭഗവാന് നിവേദിച്ചതാണ്, ഭഗവാൻ തരുന്നതാണ്, അതാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും എത്രമാത്രം ആ ഒരു 9ാം ഭാവം നന്നാക്കണമെങ്കിൽ നമ്മൾ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ അന്നദാനത്തിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതാണ്. സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ ശരിക്കും അവിടുന്ന് ശനിയും രാഹുവും നല്ല ഫലം തരുന്നതാണ്. രാഹുവും പ്രത്യേകിച്ച് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ശനിയും രാഹുവും നല്ല ഫലം തരും. അതുകൊണ്ട് എവിടെ നോക്കിയാലും നിങ്ങൾക്കറിയാം, നമുക്ക് ധർമ്മം രക്ഷിക്കണം, നമുക്ക് ഈ ഒരു ധർമ്മം കർമ്മം ഈ 2 കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ എപ്പോഴും കർമ്മം ധാർമ്മികമായിട്ട് ചെയ്താൽ മാത്രമേ അതിനെ നമ്മൾ ശനിയുടെ കണ്ണിൽ പോലും അതൊരു കർമ്മമായിട്ട് എടുക്കുകയുള്ളൂ. അടുത്ത ജന്മത്തിലും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ചെയ്യുന്ന കർമ്മത്തിന് മാത്രമേ ഫലമുള്ളൂ. എപ്പോഴും അധാർമികമായിട്ട് കർമ്മം ചെയ്തിട്ട് അതിന് വരുന്ന സമയങ്ങളിൽ നല്ല ഫലം ലഭിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഫലമേ അത് തരികയുള്ളൂ. അതിൻ്റെ റിസൾട്ടിലും ആ ഒരു അധാർമികത കലർന്നിരിക്കും. അതുകൊണ്ട് എത്രമാത്രം ധാർമ്മികതയോടുകൂടി കർമ്മം ചെയ്യുന്നുവോ അത്രയും നല്ല ഫലങ്ങൾ തരുന്നതാണ്. അപ്പോൾ 4, 8, 12 ഭാവങ്ങൾ എന്നത് പലതരത്തിലും നമുക്ക് സംഘർഷങ്ങൾ തന്നിട്ട് ആത്മീയതയിലേക്ക് എത്തിക്കുക എന്നതൊരു ലക്ഷ്യമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ജന്മത്തിൽ ആ ദശാകാലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ 4, 8, 12 ഭാവങ്ങളിലൂടെ മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഗോചരം വന്നിട്ട് ഒക്കെ ആ മാറ്റം തരുന്നതാണ്. ആരാണോ ആ മാറ്റം ജീവിതത്തിൽ ഉൾക്കൊണ്ടത്, ആ മാറ്റം വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, നമ്മുടെ ദിനചര്യയിൽ മാറ്റം വരും, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ മാറ്റം വരും. നമ്മുടെ ആത്മീയ പുരോഗതിക്ക് ആവശ്യമില്ലാത്ത എല്ലാ വ്യക്തികളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ഇനി എത്ര പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണെങ്കിലും ആ വ്യക്തികളുടെ നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് അവർ ഒരു ബ്ലോക്കേജ് ആണെങ്കിൽ ആ വ്യക്തികളുടെ അടുത്തേക്കും നമ്മൾ എത്തില്ല. അതെല്ലാം ശരിക്കും നമ്മളൊരു പ്രൊട്ടക്ഷനിലായിരിക്കും പിന്നീട് കഴിയുന്നത്. അത് ശരിക്കും ശക്തി ആരാധനയിലൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. നമ്മളും ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് ഇന്ന വ്യക്തിയെ കണ്ടിട്ട് എത്ര നാളെ, പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് നമ്മുടെ ആ ഒരു ആത്മീയ പുരോഗതിക്ക് അവർ ആവശ്യമില്ല എന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലുകളാണ് പലതും. നമ്മുടെ മനസ്സിന് അങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭഗവതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേർവഴി കാണിച്ചു തരുന്നതായിരിക്കും അമ്മ. അപ്പോൾ ഒരു വിധമൊക്കെ 4, 8, 12 ഭാവങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഓം നമഃ ശിവായ.